പേനാമ്പള്ളിക്കരയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? മേനാമ്പള്ളി കര എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തില് തേരും കുതിരയും കെട്ടുകാഴ്ചകൾ എന്ന് പറയുമ്പം കുതിര, തേര്, ഭീമൻ. അതിനകത്ത് തേര് കൊണ്ടുചെല്ലുന്നതിൽ ഏറ്റവും വലിയ തേര് മേനാമ്പള്ളി കരയുടെയാണ്. 13 കരകളിൽ 12ാം കരയാണ് മേനാമ്പള്ളി കര. പിന്നുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വയലിൽ കൂടാണ് ഇത് എല്ലാ തവണകളും ഇത് കെട്ടിയൊരുക്കി. വെള്ളമാണെങ്കിലും ഇതുപോലുള്ള കാലാവസ്ഥയാണെങ്കിലും വയൽ വഴിയാണ് ഈ തേര് ഒരുക്കിക്കൊണ്ട് പോകുന്നത്. അത് ഈ തേര് പിടിക്കുക എന്ന് പറയുന്നത് ഈ കരക്കാർക്ക് അന്ന് സത്യത്തിൽ പിടിക്കാനുള്ള സൗകര്യം കിട്ടാത്ത രീതിയിൽ നേർച്ചയായിട്ട് വന്ന് പിടിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ വെള്ള ഇതിൻ്റെ തൂക്ക് ഒക്കെ കാണുന്നില്ലേ? ഈ തേരിന് കാണുന്ന ഈ വെള്ള പിടിപ്പിക്കുന്നത് ആ ചരിവിന് കെട്ടിത്തൂക്കുന്ന തൂക്ക്, ഇതൊക്കെ എല്ലാ വർഷവും ഈ നേർച്ചയായിട്ട് മിക്കവാറും എല്ലാ വർഷങ്ങളിലും നേർച്ചയായിട്ട് തന്നെ ആൾക്കാർ കൊണ്ടുവരിക. ആഞ്ഞിലിയുടെ തടിയാണ് പൊതുവെ തടിയായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ചാടെന്നൊക്കെ പറയുന്നത് പൂവണ്ണ എന്ന് പറയുന്ന ഒരു നമ്മുടെ നാട്ടിൽ അപൂർവമായിട്ട് കാണുന്ന വലിയ തടിയാണ്. അത് കൊണ്ടാണ് ചാട് നിർമ്മിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങൾ 1980-ലാണ് ഈ കരയോഗം രൂപീകരിച്ചത്. ഞാനിതിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ്. എൻ്റെ പേര് അനിൽ. ഞങ്ങളുടെ കെട്ടുകാഴ്ച നാളെ 4 മണിക്കാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നത്. അത് 12ാമത്തെ കെട്ടുകാഴ്ചയായിട്ട് ക്ഷേത്രത്തിൽ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ആദ്യത്തെ 1ാം കര ഇറങ്ങി ആ ഓർഡർ അനുസരിച്ച് 12ാമതാകുമ്പോഴേ ഞങ്ങൾ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഈ വട്ടം എന്തെല്ലാം മാറ്റങ്ങളാണ് കെട്ടുകാഴ്ചയിൽ വരുത്തിയിട്ടുള്ളത്? കെട്ടുകാഴ്ച പ്രത്യേകിച്ച് ഒരു മാറ്റവുമില്ല. എല്ലാ വർഷം ചെയ്യുന്നതിൻ്റെ കൂട്ട് തന്നെ. അതിനകത്ത് എല്ലാ വർഷവും ഞങ്ങൾക്ക് പുതിയ വെള്ളയാണ്. വെള്ള എല്ലാം പുതിയതായിരിക്കും. തൂക്ക് ചിലപ്പം ഈ കഴിഞ്ഞ വർഷം മാറിയത്, അതൊരു കുറേ വർഷങ്ങൾ, ഒരു 4-5 വർഷത്തേക്കൊക്കെ, ഒരു വർഷം അല്ലെങ്കിൽ 4 വർഷം വരെയൊക്കെ വലിയ കുഴപ്പമില്ലാതൊക്കെ പോകും. പിന്നെ ഈ പട്ട്, അതിൻ്റെ കൂടാരത്തിൻ്റെ പട്ട് പുതിയതാണ്. തൂക്ക് കഴിഞ്ഞ വർഷത്തെ ആയിരുന്നുകൊണ്ട് കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷവും കഴിഞ്ഞ വർഷവും ഒക്കെ ആയിട്ട് പുതിയതായിട്ട് വന്നതാണ്. അപ്പോൾ അതെല്ലാം പുതിയതാണ്.